നാസയ്ക്കും ക്രിസ്ത്യാനികളിലെ മറ്റ് BJP അനുകൂല ഗ്രൂപ്പുകൾക്കും കിട്ടിയ ഏറ്റവും വലിയ അടിയായിരുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. BJPയുടെ അവിടുത്തെ നേതൃത്വം പൂർണ്ണമായും അറസ്റ്റിനൊപ്പമായിരുന്നിട്ടും സംസ്ഥാന നേതൃത്വം ഇറങ്ങി പുറപ്പെട്ടത് ഇവിടെ തിരിച്ചടി ഭയന്നാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ട് മധ്യ കേരളത്തിൽ BJP മുരടിച്ചു നിന്നത് നിലയ്ക്കൽ സമരത്തോടെയാണ്. അന്ന് ക്രിസ്ത്യൻ വിഭാഗത്തിനുണ്ടായ അകൽച്ച മാറി വന്നത് 40 വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ്. അങ്ങനെ അടുക്കാൻ ഒരു പൊതുവിഷയവും ഉരുത്തിരിഞ്ഞു വന്നു. അതായിരുന്നു ലവ് ജിഹാദ്. ലവ് ജിഹാദ് BJP ആണ് ആദ്യം ഉയർത്തിയത് എങ്കിലും അത് ഏറ്റെടുത്തത് ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ്. പാലാ രൂപതയുടെ മെത്രാൻ അതിനൊപ്പം ഹലാൽ ജിഹാദ് കൂടി കൂട്ടിച്ചേർത്തു. PC ജോർജിനെ പോലെയുള്ളവർ ജ്യൂസിൽ പോലും ജിഹാദ് എന്ന് പറഞ്ഞു നടന്നു. BJPയും ക്രിസ്ത്യൻ വിഭാഗവും നിലയ്ക്കൽ സമരത്തിനു ശേഷം ഒരേ ശ്രേണിയിൽ വന്നത് ഇങ്ങനെയാണ്. അതിന്റെ പ്രതിഫലനം ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് BJP പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു. അപ്പോഴാണ് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉണ്ടാകുന്നത്. BJP സംസ്ഥാന നേതൃത്വം മുഴുവൻ കളത്തിലിറങ്ങി സംഭവം കോംപ്രമൈസ് ആക്കി എന്ന നിലയുണ്ടായി. ബിഷപ്പ് പാംപ്ലാനിയുടെയൊക്കെ പിന്നീടുള്ള പ്രതികരണങ്ങളിൽ അങ്ങനെ ചില സൂചനകളും വന്നു. അപ്പോഴാണ് ഒഡീഷയിൽ കന്യാസ്ത്രീകളെയും പുരോഹിതരെയും ആക്രമിക്കുന്നത് ബജ്രംഗദൾ ആണെന്ന് പറഞ്ഞ് കൈയൊഴിയാൻ BJPക്ക് കഴിയുന്നില്ല. ബജ്രംഗദളും സംഘപരിവാർ സംഘടനയാണ്. ഗുജറാത്ത് കലാപത്തിൽ മുതൽ ഇങ്ങ് ഒഡീഷയിൽ വരെ അവർ പ്രവർത്തിക്കുന്നത് RSSന്റെയും BJPയുടെയും തണലിലുമാണ്. ഇതാണ് മധ്യ കേരളത്തിൽ BJP നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി.